സ്നാനം ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കാം. അപ്പൊ ഇവരെല്ലാം രക്ഷിക്കപ്പെട്ടു, എല്ലാവരും സ്നാനപ്പെട്ടു. അതാ ചെങ്കടല്. മറുകര കയറി മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, ആത്മീയ പാനീയവും കുടിച്ചു. മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ അഭിഷേകവും പ്രാപിച്ചു, തിരുമേശയൊക്കെ എടുത്തു. പക്ഷേ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. പ്രസാദിക്കാഴിക മാത്രമല്ല, ഇവരെ മരുഭൂമിയിൽ തെള്ളിയിട്ടു. ഈ കാര്യം നിങ്ങൾ അറിയാതിരിക്കരുത്. ഒന്ന്, നിങ്ങൾ അറിയേണ്ടത് കൃപാവരങ്ങളെ പറ്റി അറിവില്ലാതെ ഇരിക്കരുത്. നിന്നിട്ടില്ല, ഇപ്പം നിൽക്കത്തില്ല, ഉടനെ അങ്ങ് നിൽക്കത്തില്ല. അവിടുത്തെ വരവ് വരെയും കൃപാവരം കാണും. രണ്ട്, ഈ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട അഭിഷേകമൊക്കെ പ്രാപിച്ചെന്ന് ആമ പ്രാഗൽഭ്യത്തോടെ പറഞ്ഞ പല ആൾക്കാരെ മരുഭൂമിയിൽ തെള്ളിയിട്ടു. ഇത് നിങ്ങൾ അറിയാതിരിക്കരുത്. അതല്ല ഇവരെ മരുഭൂമിയിൽ തെള്ളിയിടാൻ കാരണം. അത് പറഞ്ഞാൽ ഇന്ന് പോയി പറ്റുണ്ടാകുകയല്ല. ഞാനതിൻ്റെ കാരണമെല്ലാം കൂടെ നോട്ട് ചെയ്തത് 38 കൂട്ടം കാരണമുണ്ട്. 38. ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, നേരം പോയ നേരത്തെ ഇയാൾ 38 പറയാനിരിക്കുകയാണോ എന്ന്. പോയില്ല. ഇരിപ്പ് കണ്ടിട്ട് 8 പോലും പറയാൻ. സ്തോത്രം. ആ കണ്ണികയ്ക്കകത്ത് 5 കാര്യം പ്രധാനമായിട്ട് എടുത്ത്. 1, ദുർമോഹം. 2, വിഗ്രഹാരാധന. 3, പരസംഗം. 4, പരീക്ഷ. 5, പിറുപിറുപ്പ്. 5 കാര്യം അവിടെ എടുത്തിട്ടുണ്ട്. തെളിയിടാൻ കാര്യം. ദുർമോഹം, കണ്ടമാന മോഹമല്ലേ എല്ലാവർക്കും. കിട്ടിയിട്ടൊന്നും തികയുന്നില്ലല്ലോ. മതി വരുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. മലർപ്പൊടിക്കാരൻ സ്വപ്നം കണ്ടതുപോലെ ഇല്ലേ? പഠിച്ചതല്ലേ സ്കൂളിലേ? അതോ കഥയാന്നോ? പൂമ്പാറ്റയ്ക്കകത്തയാന്നോ? ഭിക്ഷ എടുത്തപ്പോൾ ഇച്ചിരി മലർപ്പൊടി കിട്ടി. പുള്ളി അത് മംഗലത്തിനകത്ത് ആക്കി വെച്ച് ഉറുകി കെട്ടി തൂക്കി വെച്ച് ഇച്ചിരി താത്താ കിട്ടിയത്. പുള്ളി എവിടെ ഇങ്ങനെ കിടന്നുറങ്ങിയപ്പോൾ സ്വപ്നം കണ്ടു. പിന്നെ മലർപ്പൊടി കിട്ടി. കിട്ടിയപ്പോൾ ഒരു കോഴിയെ മേടിച്ചു. മുട്ട വെച്ച് കോഴി വിരിഞ്ഞു. ഇഷ്ടം പോലെ കുഞ്ഞുങ്ങൾ വിറ്റു. അത് വിറ്റപ്പോൾ ഒരു ആട്ടിൻകുട്ടിയെ മേടിച്ചു. ആട്ടിൻകുട്ടിയും ചെനയായി പ്രസവിച്ചപ്പം 5-6 കൊച്ചുങ്ങൾ. സ്വപ്നമാണ്. അതിനെയെല്ലാം വിറ്റും പെറുക്കി എടുത്തും പിന്നെ കാളയെ മേടിച്ചു, പോത്തിനെ മേടിച്ചു, കണ്ടം മേടിച്ചു, വീടായി, ചുറ്റുപാടായി ഒന്ന് വർദ്ധിച്ചു. കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചപ്പം പിന്നെ ജീവിതം ആരംഭിച്ചൊരു കുഞ്ഞുണ്ടായി. അപ്പം വലിയ തിണ്ണയിൽ പുള്ളിക്ക് കസാലിൽ ഇങ്ങനെ കിടക്കുക. അപ്പോൾ കൊച്ചു തിണ്ണേന്ന് ഇങ്ങോട്ട് മുട്ട വന്നപ്പം ഭാര്യയോട് പറ്റി, എടി ചാരതയെ കൊച്ചിനെ എടുക്കാൻ. അവൾ പറഞ്ഞു, എനിക്ക് നേരമില്ലെന്ന്, ഇവിടെ ജോലി ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞ അനുസരിക്കാത്തവളെ ഒറ്റ തൊഴിച്ചത് ഈ കലത്തിനിട്ടാ. ഇവിടെ ഒന്ന് പൊട്ടി ഉള്ളതും കൂടെ. അല്ല, അങ്ങനെ സ്വപ്നം കാണുന്ന ആൾക്കാരുണ്ട് മായച്ചന്തയിലേ. ഉണ്ട്, ഒത്തിരി പേരുണ്ട്. ചുമ്മാ ഇരുന്ന് ചുമ്മാ ഇരുന്ന് ലോട്ടറി അടിക്കുമായിരിക്കും. ഈ ആഴ്ച അടിച്ചു കഴിഞ്ഞാൽ അന്നേരം ഞാൻ കാർ എടുക്കും. നീ കാറും. അങ്ങനെയുള്ള മനക്കോട്ട കിട്ടുന്ന ആൾക്കാരുണ്ട്. ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങി വരുന്ന ഉയർച്ചകളെയും വിചാരങ്ങളെല്ലാം പിടിച്ചടക്കിക്കോണം. ദൈവത്തിന് മഹത്വം. ദുർമോഹമേ, കണ്ടമാനം മോഹം. എത്ര കിട്ടിയിട്ട് മതി വരുന്നില്ലല്ലോ. മനുഷ്യന്റെ പ്രകൃതിയല്ലേ, എത്ര കിട്ടിയിട്ട് മതി വരുന്നുണ്ടോ? സാറ് കൊടുത്തൊരു പ്രയോഗമുണ്ട്, ചങ്ങലയിലും ആശച്ചങ്ങല ഭയങ്കരം. ചങ്ങല തന്നെ ഭയങ്കരമാ, അതിലും ഭയങ്കരമാ ആശച്ചങ്ങല. ചങ്ങലയിലും ആശച്ചങ്ങല ഭയങ്കരം. ചങ്ങലത്തളപ്പിങ്ങൾ നിൽക്കും ഏകത്രപത്തൻ. ആശച്ചങ്ങല കൊണ്ട് ബന്ധിക്കിൽ ആളർക്കൻ പോൽ ആശകൾ തോറും ഓടി നടക്കുന്നില്ല എന്നെ. അതിനാൽ ആയുസ്സിൻ്റെ നശ്വരതയും പാപകൃതിയും വിഷയഭോഗങ്ങളാലില്ലോ ഒരു തൃപ്തി. എത്ര കിട്ടിയിട്ടും മതി വരുന്നില്ല. പൂന്താനം പണ്ടൊരു വരി എഴുതി, അർത്ഥം എത്ര വളരെയുണ്ടാകിലും തൃപ്തിയാകാ മനുഷ്യൻ ഒരു കാലം. 10 കിട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്ന്. എത്ര കിട്ടിയിട്ടും മതി വരുന്നില്ല. ദൈവമക്കൾക്ക് ദുർമോഹം പാടില്ല. തെള്ളിയിടാനുള്ള കാര്യമായി പറഞ്ഞത്. ദുർമോഹം പാടില്ല. ദൈവത്തിന് മഹത്വം. താഴോട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്നും ഞാൻ പൊതുവെ പറയുന്നില്ല. പിറുപിറുപ്പ് പാടില്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടോണം. ഞാൻ എപ്പോഴും സഭയിലാന്തേലും പറയും, നിങ്ങൾക്ക് അറിവുള്ള കാര്യം ഞാൻ പറയും, ഈ കിട്ടാത്തതിനിരുന്ന് പിറുപിറുക്കരുത്, കിട്ടിയതിനെല്ലാം നന്ദി പറയണം. കിട്ടാത്തതിനിരുന്ന് പിറുപിറുക്കരുത്, കിട്ടിയതിനെല്ലാം നന്ദി പറയണം. സന്തോഷത്തോടെ, ദൈവമേ തന്ന ആയുസ്സിന് നന്ദി, ആരോഗ്യത്തിന് നന്ദി, അവസരത്തിന് നന്ദി, തന്ന ബലത്തിന് നന്ദി. ഞാൻ എപ്പോഴും ദൈവം, എനിക്ക് അങ്ങനെ പിറുപിറുക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. കഴിവിൻ്റെ പരമാവധി അങ്ങനെ പിറുപിറുക്കാറില്ല. കഴിവിൻ്റെ പരമാവധി. സ്തോത്രം.
എന്നാലും ചിലപ്പോഴൊക്കെ വന്നു പോകും, മനുഷ്യനല്ലേ, അത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കണം. പിറുപിറുക്കരുത്. ലഭിച്ചതിനെല്ലാം ദൈവത്തിന് നന്ദി പറയണം. നിങ്ങളെക്കാൾ ഉന്നതന്മാരും മിടുക്കന്മാരും കഴിവുള്ളവരും വിശുദ്ധന്മാരും ഒക്കെ മൺമറഞ്ഞപ്പോൾ ഇന്ന് രാത്രിയിലും ആയുസ്സോടെ ആരോഗ്യത്തോടെ ഇരിപ്പാനും വരാനും ദൈവം തന്ന കൃപയ്ക്കായിട്ട് ദൈവത്തിന് നന്ദി പറയണം. നന്ദി പറയണം. ഞാൻ എപ്പോഴും പറയും, ആമൻ, എത്രയോ ആയിരക്കണക്കിന് ആൾക്കാർ മെഡിക്കൽ കോളേജിലുമൊക്കെ ആമൻ എഴുന്നേക്കാൻ കഴിവില്ലാതെ ഈ മൂക്കിൽ കൂടെയൊക്കെ ട്യൂബൊക്കെ ഇട്ട് ലിക്വിഡായിട്ട് മൂക്കിൽ കൂടെ കഴിക്കുന്നത്. അതെ അല്ലേ? അങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് ഇന്ന് പകലും ഉച്ചയ്ക്കും നല്ല പെരുക്കിയായിരിക്കുന്നു. ഇനി ഇത് പെട്ടെന്ന് വാച്ച് നോക്കുന്ന വൈകിട്ടത്തെ പെരുക്കിൻ്റെ സമയമായി. ഞാൻ കണ്ടു വാച്ചിലൊക്കെ. അതെ, എനിക്കറിയാം അതൊക്കെ കാണുമ്പോൾ. സ്തോത്രം. ചപ്പാത്തി മാടി വിളിക്കുന്ന ബേബി ബാ. ചിക്കന് വിരുന്ന് വിളിക്കുക, വൈകിട്ട് പെരുക്കാനിരിക്കുക. ചില കഴിക്കുകയല്ല, നല്ല എടുപ്പാ. എടുത്തോ. പക്ഷെ ഒരു കാര്യം, അനേകര് മൂക്കിക്കൂടെ ട്യൂബിട്ട് ലിക്വിഡായിട്ട് അവർ കഴിക്കുമ്പോഴേ നിന്റെ മുമ്പിൽ വെക്കുന്ന ഭക്ഷണം പരസഹായം കൂടാതെ സ്വന്തം കൈ കൊണ്ടെടുത്ത് കഴിക്കാനും ചവയ്ക്കാനും ആ ചവച്ചരച്ച് ഇറക്കാൻ ദൈവം തരുന്ന കൃപയ്ക്കായിട്ട് ദൈവത്തിന് നന്ദി പറ. അമ്മമാരോടും അപ്പച്ചന്മാരോടും ഒക്കെ പറയാം, കുഞ്ഞുങ്ങളുമൊക്കെ കേട്ടോ, നമ്മുടെ വസ്ത്രം സ്വന്തമായിട്ട് ധരിക്കാൻ നമുക്ക് ആക്കമുണ്ടല്ലോ, പരസഹായം കൂടാതെ ഇല്ലേ? എത്രയോ പേര് ആരേലും വസ്ത്രം ധരിപ്പിച്ചാലായി, പുതപ്പിച്ചാലായി. അവരെയൊക്കെ ദൈവം വിടിവിക്കട്ടെ. പക്ഷേ ഇന്ന് രാത്രിയിലും ആമൻ സ്വത്ത് കൊടുത്തോണ്ട് വന്ന സാരി കൊടുത്ത് വെച്ച് ഇങ്ങനെ നോക്കി പുള്ളിയോട് പറഞ്ഞു നോക്കിയെന്ന്. എന്നെ പുള്ളി പറഞ്ഞു കുഴപ്പമില്ല, കള്ളം പറയരുത്. എത്ര പ്രാവശ്യം അലമാരി നോക്കി ഇവിടെ വന്ന അമ്മമാരുടെ നശിച്ച മഴ എൻ്റെ ഉടുത്ത സാരി അതില്ലേ കയറിയിരിക്കാൻ പറഞ്ഞിട്ട് കയറാഞ്ഞത് ഉടയുവന്ന്. നിന്നെ നന്നായിട്ട് ഉടയ്ക്കും ദൈവം. സ്തോത്രം. ഒരു കാര്യം ഇന്ന് രാത്രി പറയാം, ആമേ, ദൈവം നിനക്ക് ആരോഗ്യം തന്നില്ലേ, നന്ദി പറ ദൈവത്തിന്. നന്ദി പറ. കിട്ടാത്തതിനൊക്കെ ഇരുന്ന് പിറുപിറുക്കാതെ കിട്ടിയതിനല്ല. ഞാൻ എൻ്റെ സഹപഠന്മാരോട് പറയാം, അയ്യോ നമ്മളെല്ലാം മെനക്കെട്ട് നടന്നതാ, എല്ലാം മെനക്കേടായിരുന്നു ഇല്ലേ? മിണ്ടുകയില്ല. പറ, സത്യം പറ. നിങ്ങൾ സത്യം പറ. ഞാൻ സഹിതം മുഴുവൻ മെനക്കേട് കേസായിരുന്നെന്ന് നമ്മുടെ ഇരിപ്പ് നോട്ടം കാണുമ്പോൾ അറിയാൻ മേലേ. എല്ലാം മെനക്കേടാ. പക്ഷെ മെനക്കെട്ട് നിന്ന എന്നെയും നിന്നെയും അവിടെ നിന്ന് വിളിച്ചേച്ച് പറഞ്ഞു, വാ ന്യായമായ കൂലി തരാം. ന്യായമായ തരാന്നൊക്കെ പറഞ്ഞ് ആക്കി ന്യായമായിട്ടല്ലല്ലോ ഇതുവരെ തന്നേ. ചിന്തിക്കുന്നതിലും ഉദ്ദേശിച്ചതിലും നനച്ചതിലുമൊക്കെ ഉപരിയായിട്ട് ദൈവം നിന്നെ നടത്തിയില്ലേ? ദൈവത്തിന് നന്ദി പറ. കിട്ടിയതിനൊക്കെ നന്ദി പറ. ഒരു 50-60 വർഷം മുമ്പ് എല്ലാവർക്കും വണ്ടിയൊന്നുമില്ല, കുറ്റി സൈക്കിൾ പോലും പോയില്ല. ഈ ദൈവനാസനെ എനിക്കറിയാം, 30 കൊല്ലത്തിന് മുമ്പായിട്ട് അറിയാം. അന്ന് വെള്ളാപ്പള്ളിയിൽ ഏത് വർഷമാണ് വരുന്നത്? 95, 105, 115, 120, 10-30 വർഷമായി. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാർ, ഒരു സൈക്കിൾ പോലും നമുക്ക് അന്ന് വണ്ടി ഉണ്ടായിരുന്നോ? ഇല്ല. കാറില്ലായിരുന്നല്ലോ അന്ന്. എനിക്കുമില്ല കാറ്. നമുക്ക് ആകെ കൂടെ ഉണ്ടായിരുന്ന കാറ് മഴക്കാറാണ്. ഞങ്ങൾക്ക് 2 പേർക്കും അന്നുണ്ടായിരുന്ന കാറ്, തമാശ പറഞ്ഞതല്ല, മഴക്കാറാണ് അല്ലേ? ദൈവം ഇതെല്ലാം നന്മ തന്നില്ലേ? നന്ദിയോടെ ദൈവത്തിന് മഹത്വം പറ. കിട്ടാത്തതിന് നിന്ന് പിറുപിറുക്കരുത്. ഇപ്പം ചില ഉപദേശിമാരൊക്കെ പ്രസംഗിക്കാം, ഞാൻ എതിർക്കുന്നില്ല. യോഗത്തിന് ഈ ചൂടും പിടിച്ച് ടൈയും കോട്ടും ഒക്കെ ഇട്ടോണ്ട് വന്നിരിക്കുക. ഞാൻ എതിർക്കുന്നില്ല, ഇട്ടോ, ഉണ്ടെങ്കിൽ ഇട്ടോ. പണ്ട് വല്ലതും കോട്ടുണ്ടായിരുന്നോ? പണ്ട് കോട്ട് വന്നിട്ടുണ്ട്. അമ്മ പറഞ്ഞിട്ടുണ്ട് 2 വയസ്സ് കോട്ട് വന്നായിരുന്നത്. കോട്ടില്ല. കോട്ട് ഇപ്പൊ കോട്ടൊക്കെ ഇല്ലേ? ദൈവം ചെയ്തതിനെല്ലാം തന്നതിനൊക്കെ നന്ദി പറ. ആയുസ്സിനും ആരോഗ്യത്തിനും അവസരത്തിനും ഒക്കെ ദൈവത്തിന് നന്ദി. കിട്ടാത്തതിന് പിറുപിറുക്കരുത്. പിറുപിറുപ്പ് മഹാപാപമാ. തെള്ളിയിടാനുള്ള കാര്യം ഇതാ. ഞാൻ ആ ഭാഗം ഒന്നും വിവരിക്കുന്നില്ല, അങ്ങ് നിർത്തുക. അയ്യോ സമയമായി, നിർത്തുക. മതി. ഗുണമാകാനാന്ന് ഇതൊക്കെ മതി. ഇത് മതി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങൾ അറിവില്ലാത്തവരായിട്ടിരിക്കരുത്. 1, കൃപാവരങ്ങളെ പറ്റി അറിവില്ലാത്തവരായി ഇരിക്കരുത്. 2, ഇവരെ തെള്ളിയിട്ട കാര്യം നിങ്ങൾ അറിയാതിരിക്കരുത്. ഒരു കാര്യവും കൂടെ പറഞ്ഞു നിർത്താം. കാരണം നമ്മുടെ സെൻട്രൽ കൺവെൻഷൻ ഇന്ന് സമാപനമാണ്, രാത്രി യോഗം. അപ്പം സാധാരണ രീതി വെച്ച് അതുകൂടെ പറഞ്ഞാലേ ഒക്കൂ.
എങ്കിലേ അത് പൂർത്തീകരിക്കൂ. വായിച്ചോ, തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 13 മുതൽ വായിച്ചേ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. നിങ്ങൾ അത് അറിയണം. 1, കൃപാവരങ്ങളെ പറ്റി അറിവില്ലാതിരിക്കരുത്. 2, ഇവരെ തെള്ളിയിട്ട കാര്യം നിങ്ങൾ അറിയാതിരിക്കരുത്. 3-ാമത്തെ പോയിന്റ്, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. കാരണം ആ 13-ാം വാക്യം മുതൽ താഴോട്ട് 18-ാമത്തെ വാക്യം വരെ 4 കാര്യങ്ങൾ എടുത്ത് പൗലോസ് പറഞ്ഞിരിക്കുക. ഈ കാര്യങ്ങൾ നിങ്ങൾ അറിയാതിരിക്കരുത്. 4 കാര്യം. എന്തുവാ 4 കാര്യം? വാക്യങ്ങൾ എടുത്തു വായിപ്പിക്കുന്നില്ല. 4 കാര്യം ഇങ്ങനെ പറയുക. 1, ഒരു മടങ്ങി വരവ് നിങ്ങൾ അറിയാതിരിക്കരുത്. 2, ഒരു ഉയർപ്പ് നിങ്ങൾ അറിയാതിരിക്കരുത്. 3, ഒരു രൂപാന്തരം നിങ്ങൾ അറിയാതിരിക്കരുത്. 4, സമാഗമം നിങ്ങൾ ഇതറിയാതിരിക്കരുത്. ദൈവത്തിന് മഹത്വം. 1, ഒരു മടങ്ങി വരവാ. ആര് മടങ്ങി വരുന്നു? യേശു വീണ്ടും മടങ്ങി വരുന്നു. ഒരിക്കലായിട്ട് യേശു വന്നു. എന്തിന്? മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തി. അവൻ ക്രൂശിൽ കിടന്നപ്പോൾ അവിടെ നിന്ന് തിരുവായി മൊഴിഞ്ഞത് നിവൃത്തിയായി. സകലത് നിവൃത്തിയായി. എങ്ങനെ അനുഭവിക്കാം? വിശ്വസിക്കുന്നവർക്ക് അനുഭവിക്കാം. യേശു രക്ഷിതാവാണെന്നും യേശു ക്രിസ്തുവിൽ കൂടി മാത്രമാണ് രക്ഷയെന്നും യേശുവിന്റെ പാപങ്ങളെ മോചിക്കുമെന്നും യേശുവിനെ രക്ഷിക്കുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് ആ രക്ഷ സ്വായത്തമാക്കാം. 5 പൈസ മുടക്കണ്ട, 1 കാശ് മുടക്കണ്ട, 1 മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കൾ കൊടുക്കണ്ട. യേശുവിനെ രക്ഷിതാവായി ഇന്ന് രാത്രി സ്വീകരിക്ക്. നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാണ്. അപ്പൊ ഒരിക്കൽ യേശു വന്നു, എല്ലാം നിവർത്തിച്ചു. അവിടുന്ന് മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്ത്. സ്വന്തം ശിഷ്യന്മാർക്കെല്ലാം പ്രത്യക്ഷപ്പെട്ട്. ആദ്യം മറിയയ്ക്ക്, പിന്നെ കേബാവിന്, 12 പേർക്ക് എമ്മവസി വെച്ച് കടക്കരയെ വെച്ച് മുറിയടച്ചിട്ട് തോമാസ് ഉള്ളപ്പോൾ എല്ലാം പൗലോസ് പറഞ്ഞ ഒടുവിൽ അകാലപ്പെടുത്ത പോലുള്ള മേരിയനുയായികൾക്കും പ്രത്യക്ഷനായി പ്രിയ ദിനമോദി. മേരിയനുയായികൾക്കും പ്രത്യക്ഷനായി പ്രിയ ദിനമോദി. ഉയർത്തെഴുന്നേറ്റൊരു വാർത്ത മത്സോദര വൃന്ദത്തോടറിയിക്കുവി. ഉയർത്തെഴുന്നേറ്റൊരു വാർത്ത മത്സോദര വൃന്ദത്തോടറിയിക്കുവി. സ്വർലോകരാജൻ 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 അതിജയമേ മേരിയിൽ ഉരുവായി മഹിമയെ വീണ്ടവനെ. അതിശയമേ മേരിയിൽ ഉരുവായി മഹിമയെ വീണ്ടവനെ. സ്വർലോകരാജൻ 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 വാതിലടച്ചിരിക്കെ മധ്യത്തിലെ ചുവന്നാജ്ഞ നൽകി. അഞ്ചിടാതെ നിങ്ങൾ ധൈര്യപ്പെട്ടിടുവിൻ എന്ന് ഞാൻ കൂടെയുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, അരിമ ശിഷ്യന്മാർക്കെല്ലാം പ്രത്യക്ഷപ്പെട്ടു. ഒടുവിൽ അവരെ എല്ലാം വിളിച്ചു കൂട്ടി ബഥാനിയോളം കൊണ്ടുപോയി. അന്ത്യകൽപ്പന മത്തായി 28, മർക്കോസ് 16, ലൂക്കോസ് 24, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം. അന്ത്യകൽപ്പന കൊടുത്തേച്ച് അവർ നോക്കി നിൽക്കുമ്പോൾ യേശു ഉണ്ടയിട്ടെന്നല്ല, യേശു മേളിലോട്ട് പോയെന്നുള്ളതാണ്. ശിഷ്യവൃന്ദങ്ങളെല്ലാം നോക്കി നിൽക്കുക, മേളിലോട്ട് പോകുന്നത്. കണ്ണ് വെട്ടിക്കാതെ ഈമയടയ്ക്കാതെ നോക്കി നിൽക്കുമ്പോൾ അവിടുന്ന് മുകളിലോട്ട് പോവുക. ഇങ്ങനെ മേളിലോട്ട് പോവുക. ഒരു മേഘം വന്ന് മൂടി അവിടുത്തെ മറച്ചെന്ന്. എല്ലാവരും എനിക്ക് തോന്നുന്നത് നമ്മുടെ TK ശൗമേൽ സാർ അവിടെ ഉണ്ടായിരുന്നെന്നാണ് തോന്നുന്നത്. ഞാൻ എപ്പോഴും പറയും, എലന്തൂരിലെ പുള്ളി കണ്ടതുപോലെ ആ കുറിച്ച് വെച്ചേക്കുന്നത്. എനിക്ക് വന്ന് പുള്ളി ഒലിവുമേലിൽ ഉണ്ടായിരുന്നു എന്ന് അങ്ങ് തോന്നിപ്പോവുക. അത് പുള്ളി കണ്ടതുപോലെ കുറിച്ച് വെച്ചിരിക്കുക. പുള്ളി ഇങ്ങനെ എഴുതിയേക്കുന്നത്, ഒലിവന്നോതും മലയിൽ നിന്നും തിരുജനമരികിൽ നിൽക്കവേ. ഒലിവന്നോതും മലയിൽ നിന്നും തിരുജനമരികിൽ നിൽക്കവേ.
ചരണമുയർന്നു ഗഗനെ ഗതനായി താതനരികിലമർന്നു താൻ. ചരണമുയർന്നു ഗഗനെ ഗതനായി താതനരികിലമർന്നു താൻ. ജയ ജയ നിസ്തുല ക്രിസ്തുരാജൻ, ജയ ജയ നിർമ്മല നായകൻ. ജയ ജയ നിസ്തുല ക്രിസ്തുരാജൻ, ജയ ജയ നിർമ്മല നായകൻ. ജയ ജയ കോക്ഷം തുടരുക ജനമേ, ജയം തരുന്നാഥനു സ്തോത്രമേ. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമ നിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമ നിസ്തുലം. അപ്പൊ ശ്രദ്ധിക്കുക, അടിമ ശിഷ്യന്മാര് നോക്കി നിൽക്കി അവിടുന്ന് സ്വർഗത്തിലേക്ക് പോയി. ദൂതന്മാര് വന്ന് പറയുകയാ, ആമൻ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ എന്തിനാ ആകാശത്തോട്ട് നോക്കി നിൽക്കുന്നത്? നിങ്ങള് വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു പോയതുപോലെ തിരിച്ചു വരും. അതാണ് നമ്മുടെ പ്രത്യാശ. നിങ്ങളിത് അറിയാതിരിക്കരുത്. 4 കാര്യം ആ ഭാഗത്ത് 13. 1, ഒരു മടങ്ങി വരവ്, അത് മറ്റാരുമല്ല, യേശു വീണ്ടും വരും. 2, ഒരു ഉയർപ്പ്. ഉയർപ്പ് ആരുടെ ഉയർപ്പാ? ആ 13, 14 വാക്യം പഠിക്കുമ്പോൾ എല്ലാവരുടെ ഉയർപ്പല്ല, ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരുടെ ഉയർപ്പ്. കാഹളം ധ്വനിക്കും. ആമൻ ക്രിസ്തുവിൽ മരിച്ച കോടി കോടി വിശുദ്ധന്മാർ പുത്തൻ ശരീരത്തോട് ഉയർത്തു വരും. ഈ കാര്യം നിങ്ങൾ അറിയാതിരിക്കരുത്. 3, രൂപാന്തരം. എന്തുവാ രൂപാന്തരം? രൂപ തരുന്ന കാര്യമൊന്നുമല്ല. ഒരാളോട് ചോദിച്ചു, എന്തുവാ അതിരൂപത? അത് അധികം രൂപ തരുന്ന രൂപത തന്നെ. അത് രൂപത കണ്ടമാനം രൂപദാത എന്ന് പറയുന്നതാണ് രൂപത. അതിരൂപത, അധികം രൂപ. ഏതാണ്ട് ഇപ്പം ഇവിടെ അങ്ങനെ ആയി തീർന്നിരിക്കുക. രൂപാന്തരം, രൂപ തരുന്ന കാര്യമൊന്നുമല്ല. ഈ രൂപം അങ്ങ് മാറുമെന്ന്. നമ്മുടെ ഈ രൂപം അത്ര നല്ലതല്ല, നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഈ പരുവത്തിന് തന്നെ വന്ന് എത്ര നേരം ഒരുങ്ങിയിട്ടാ. എന്നിട്ടും മൊത്തം ഒന്ന് നോക്കി, ഒത്തൊന്ന് ഇവിടെ വന്നിരുന്ന് നമ്മൾ ചോദിച്ചു എങ്ങനെ ഉണ്ടെന്ന്. നമുക്കറിയാം രൂപം അത്ര നല്ലതല്ല. പക്ഷേ കാഹളം അങ്ങോട്ട് ധ്വനിക്കും, ഈ രൂപം അങ്ങ് മാറുമെന്ന് വിശ്വസിക്കുന്നില്ലല്ലോ. രൂപം മാറും. ഭാരപ്പെടുകയൊന്നും വേണ്ട, സന്തോഷത്തോടെ തിരിച്ചു പോകും. ഈ പ്രകൃതിയെല്ലാം അങ്ങ് മാറും, ഈ രൂപമെല്ലാം മാറും. ഒരു പുത്തൻ ശരീരം നമുക്ക് ലഭിക്കുമെന്ന്. സ്തോത്രം. അതാണ് നമ്മുടെ പ്രത്യാശ. നിങ്ങളത് അറിയാതിരിക്കരുത്. നമുക്കൊരു രൂപം കിട്ടും. ആമൻ. ഇത് താഴ്ചയുള്ള രൂപം, ഇത് മാറും. ദ്രവത്വമുള്ളത് മാറും, ബലഹീനമായത് മാറും. ആമൻ. സ്തോത്രം. ശക്തിയുള്ളതും തേജസ്സുള്ള ഒരു രൂപം നമുക്ക് ലഭിക്കുമെന്ന്. അതാണ് നമ്മുടെ പ്രത്യാശ. അത് പുത്തൻ ശരീരമാകട്ടെ, നല്ലത് പട്ടിയായിട്ട് വന്ന് നിൽക്കുമല്ല. ഇയോടി അപ്പച്ചനാന്നോ? ഓ അപ്പച്ചനാന്നോടാ പട്ടിയായിട്ട് വന്നിരിക്കുന്നത്. മ്യാവ്. അമ്മച്ചി ആകട്ടോ. അടുക്കളയിലാ ശബ്ദം കേട്ടത്. തള്ള എന്നെ ചുമ്മാ ബോധക്കേടെല്ലാം പറയാതെ. കാക്ക വന്ന് വാടുത്തണ്ട്. അയ്യോ അമ്മാമ്മയാന്ന് തോന്നുന്നു. തള്ള വന്ന് വാടുത്തണ്ടായിരുന്ന വല്ല ഒക്കുമോ? കാക്കയായിട്ടും വരത്തില്ല, പട്ടിയായിട്ടും വരത്തില്ല, പൂച്ചയായിട്ടും വരത്തില്ല, കോഴിയായിട്ട് വന്ന് കൊക്കത്തില്ല, ഗൽക്കനായിട്ടും വലിയ ഗൽക്കനുണ്ടല്ലോ, അങ്ങനെയൊന്നും ഗരുഡനായിട്ടും വരികയല്ല. പുത്തൻ ശരീരം കിട്ടും. അതാ ഈ പുസ്തകം പഠിപ്പിക്കുന്നത്. പക്ഷേ ഒരുവൻ മരിച്ചവൻ ഏതുവനും ശരീരത്തോടെ വരുമെന്നും ചോദിക്കുന്നു. മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ തനിയായിരിക്കുന്നു. നീ വിതയ്ക്കുന്നത് ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ മണികൾ എത്രേ ദൈവമോ ഓരോന്നിന് അതിന്റെ ശരീരം കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലുള്ള മാംസമല്ല. പക്ഷികളുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, മൃഗങ്ങളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ. സ്വർഗീയ ശരീരങ്ങളുമുണ്ട്, ഭൗമ ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രം തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനം ഔവണ്ണം തന്നെ. നിങ്ങളിത് അറിയാതിരിക്കരുത്. ഇതറിയണം. മരിച്ചു കഴിഞ്ഞാൽ പൂച്ചയായിട്ട് വരത്തില്ല, പട്ടിയായിട്ട് വരത്തില്ല, കോഴിയായിട്ട് വരത്തില്ല, കൊക്കായിട്ട് വരത്തില്ല, പാറ്റയും പല്ലി നരിച്ചീറും അരണയും ഓന്തായിട്ടൊന്നും വരികയല്ല. ഇവിടെ ജീവിച്ചപ്പോഴൊക്കെ ഓന്തിന്റെ നിറം മാലും പോലൊക്കെ നിറം മാറിയവർ കാണും. തിരിച്ചു വരുമ്പോൾ അങ്ങനൊന്നുമല്ല വരുന്നത്, ഒരു പുത്തൻ ശരീരത്തോടാ. പാട്ടുമെല്ലാം വരുന്നുണ്ട്, വാക്യങ്ങൾ പിന്നെയും ഉണ്ട്. നിർത്തി മതി, എന്നാ പിടിച്ചോ. അല്ല പറയാതെ അവിടെ ഇരിക്കുന്നതുകൊണ്ട് ആ പുള്ളി പിന്നെ ഇളകുന്നെന്ന്. നിർത്തി. ഒരു പുത്തൻ ശരീരം നമുക്ക് ലഭിക്കും. ഇത്ര പ്രത്യാശയുള്ള ഇനം വേറെ എവിടെ ഇരിക്കുന്നു?
ഇതുപോലെ ഇതൊന്നും നിങ്ങൾ അറിയാതിരിക്കരുതെന്നായി പറഞ്ഞത്. ഇത് അറിഞ്ഞു വേണം ദൈവത്തെ ആരാധിക്കാൻ. അർഹതയില്ലാത്ത ഈ സ്ഥാനത്ത് ദൈവം നിന്നെ കൊണ്ടുവന്നു. ആമ നിനക്ക് ദൈവം നന്മ നൽകി. ഓർത്തോർത്ത് ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യ. ഹല്ലേലൂയ. ഒരു പഴയ പാട്ടിൻ്റെ 2 ചരണം പാടി നമുക്ക് അങ്ങ് നിർത്താം. അതേ ഒക്കുവുള്ളൂ. ഇന്ന് അതേ ഒക്കുവുള്ളൂ. എന്നാൽ ഈ ഘോരമായ മഴയായിരുന്നു. ആ പെരുമഴയത്ത് ഇത്രയും പേര് വന്ന് ഇതുവരെ എന്നെ കേട്ടിരുന്നല്ലോ. നിങ്ങളെ അഭിനന്ദിക്കുന്നു. ദൈവത്തിന് മഹത്വം. ദൈവദാസന്മാരെ അഭിനന്ദിക്കുന്നു. 2 ശീലി പാടി നമുക്ക് അങ്ങ് പിരിയായി.